കഴിഞ്ഞ 2 ദിവസം മുമ്പ് ഇൻഡസ്ഇൻഡ് ബാങ്കിൽ നടന്ന ഡെറിവേറ്റീവിൻ്റെ ചില ഇഷ്യൂസ് കാരണം ബാങ്കിൻ്റെ ഓഹരികൾ ഏകദേശം 27% വരെ ഇടിഞ്ഞിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ. ഇൻഡസ്ഇൻഡ് ബാങ്കുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾ തള്ളിയിരിക്കുകയാണ് റിസർവ് ബാങ്ക്. നിക്ഷേപകർ ആശങ്കപ്പെടേണ്ടതില്ലെന്നും ബാങ്ക് മികച്ച മൂലധനക്ഷമതയും സാമ്പത്തിക സ്ഥിരതയും നിലനിർത്തുന്നുണ്ടെന്നും RBI പ്രസ്താവനയിൽ പറയുന്നുണ്ട്. ഡെറിവേറ്റീവ് വ്യാപാരത്തിൽ 1500 കോടിയുടെ നഷ്ടം നേരിട്ടതോടെ ഇൻഡസ്ഇൻഡ് ബാങ്ക് ഓഹരികൾ നിലം പതിക്കുകയും അഭ്യൂഹങ്ങൾ ശക്തമാവുകയും ചെയ്തിരുന്നു. എന്നാൽ നിക്ഷേപകർ ഭയപ്പെടേണ്ടതില്ലെന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. സുരക്ഷിതവും അല്ലാത്തതുമായ വായ്പ, ബോണ്ട് തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട റിസ്കുകൾ കൈകാര്യം ചെയ്യാൻ ബാങ്കിന് സാധിക്കും. ഇതിന്റെ അളവുകോലായ ക്യാപിറ്റൽ അഡിക്വസി റേഷ്യോ 16.46% ആണെന്നത് ഇക്കാര്യമാണ് വ്യക്തമാക്കുന്നത്. നിഷ്ക്രിയ ആസ്തികളിലെ റിസ്ക് മറികടക്കാനും ബാങ്കിന് ആവശ്യത്തിന് ഫണ്ടുണ്ട്. 70% പ്രൊവിഷൻ കവറേജ് അനുപാതം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഹ്രസ്വകാല ആവശ്യകത നിറവേറ്റാൻ വേഗത്തിൽ പണമാക്കാവുന്ന ആസ്തികളും ആവശ്യത്തിന് ബാങ്കിന്റെ കൈവശമുണ്ടെന്ന് 113% എന്ന ലിക്വിഡിറ്റി കവറേജ് വ്യക്തമാക്കുന്നത്. സുതാര്യത ഉറപ്പാക്കിക്കൊണ്ട് 2025 സാമ്പത്തിക വർഷത്തിന്റെ 4ാം പാദത്തിൽ തിരുത്തൽ നടപടികൾ നടപ്പിലാക്കാൻ ബാങ്കിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഡെറിവേറ്റീവ് പോർട്ട്ഫോളിയോയുടെ അക്കൗണ്ട് വിലയിരുത്താൻ ഇൻഡസ്ഇൻഡ് ബാങ്ക് പുറത്തുനിന്ന് ഓഡിറ്ററെ നിയമിച്ചതായും RBI ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ബാങ്കിന്റെ സാമ്പത്തിക ആരോഗ്യം തൃപ്തികരമാണെന്ന് ഊന്നിപ്പറഞ്ഞ RBI അഭ്യൂഹങ്ങൾ നിക്ഷേപകർ അവഗണിക്കണമെന്നും ആവശ്യപ്പെട്ടു.